നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ, തനിമ സ്പെഷ്യൽ ന്യൂസ്. ചരിത്രപ്രസിദ്ധമായ ഉഴമലയ്ക്കൽ ശ്രീ ലക്ഷ്മീമംഗലം ദേവി ക്ഷേത്രത്തിലെ പൊങ്കാല ഇന്ന് നടന്നു. 10,000-ൽ പരം ഭക്തജനങ്ങളാണ് ഈ വർഷം അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനായി ക്ഷേത്ര പരിസരത്തിലും മൈതാനങ്ങളിലുമായി എത്തിച്ചേർന്നത്. ഉഴമലയ്ക്കൽ ശ്രീ ലക്ഷ്മീമംഗലം ദേവി ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവം 7 ദിവസങ്ങളിലായി നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ്. ഉഴമല താലൂക്കിലെ പുരാതനമായ ഒരു ക്ഷേത്രമാണ് ഉഴമലയ്ക്കൽ ശ്രീ ലക്ഷ്മീമംഗലം ദേവി ക്ഷേത്രം. ദേവതി നാളിൽ തുടങ്ങി തിരുവാതിര നാളിൽ അവസാനിക്കുന്ന ഉത്സവാഘോഷങ്ങളാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് ഉത്സവത്തിൻ്റെ സമാപന ദിവസമാണ്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് പൊങ്കാലയാണ്. പൊങ്കാല ഈ സമയം ആരംഭിച്ചു കഴിഞ്ഞു. അടുത്ത പ്രധാനപ്പെട്ട ചടങ്ങ് പട്ടും താലിയും ചാർത്തൽ എന്നുള്ളതാണ്. ധാരാളം ഭക്തജനങ്ങൾ ഈ അവസരത്തിൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഒരു പ്രധാന ചടങ്ങ് കൂടിയാണിത്. അതിനുശേഷം വൈകുന്നേരം ആറാട്ട് കുത്തിയോട്ട ഘോഷയാത്രയാണ്. അത് പുളിമൂട് ജംഗ്ഷനിൽ നിന്ന് പുളിമൂട് ആറാട്ട് കടവിൽ നിന്ന് ആരംഭിച്ച് ദേവിയുടെ തിരുസന്നിധിയിൽ അവസാനിക്കുന്നതാണ്. ധാരാളം ഭക്തജനങ്ങളും താലപ്പൊലിയോടുകൂടി ദേവിയെ ആറാട്ട് കഴിഞ്ഞ് വരുന്ന ദേവിയെ സ്വീകരിച്ച് ക്ഷേത്രത്തിലേക്ക് ആനയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ്. നല്ലൊരു ജീവിതം കിട്ടിയത്, അതുകൊണ്ട് എല്ലാവർക്കും ഇത്ര വയ്യാണെങ്കിലും വരും പൊങ്കാലയ്ക്ക്. പൊങ്കാല അർപ്പിച്ച ശേഷം അമ്മയെ ഒരു നോക്ക് കാണുവാനും വിശേഷാൽ ചടങ്ങായ അമ്മയ്ക്ക് പട്ടും താലിയും ചാർത്തുന്നത് കാണുവാനും ഭക്തജനലക്ഷങ്ങൾ അമ്പലത്തിലേക്ക് ഒഴുകിയെത്തി. എത്രയോ വർഷം കൊണ്ട് അമ്പലനടയിലൊന്ന് പൊങ്കാലയുണ്ട്. എൻ്റെ വീട് ഇവിടെയാണ്. എല്ലാം കല്യാണം കഴിച്ചുകൊണ്ടത് ആ നാട്ടാണ്. ഞങ്ങൾ അവിടെ നിന്നാണ് ഇപ്പം വരണത്. എന്താപത്തുണ്ടെങ്കിലും അമ്മയോട് ഒന്ന് പറഞ്ഞാൽ അമ്മ തീർത്തു തരും. അങ്ങനെ അമ്പലനടയിലും വർഷം തോറും നമ്മൾ പൊങ്കാലയിടും. എല്ലാത്തിലും വരും. വിളിച്ച വിളിയേക്കണം അമ്മയോട്. 2026 ഉഴമലക്കൽ തിരുവാതിര എന്ന് കൊണ്ടാടുകയാണ്. രേവതി നക്ഷത്രത്തിൽ കൊടിയേറി തിരുവാതിര മഹോത്സവത്തോടുകൂടി പൂർവാധികം ഭക്തിയോടുകൂടി പൊങ്കാല, ആറാട്ട്, താലപ്പൊലി, കുത്തിയോട്ടം, ഘോഷയാത്ര, വിപുലമായിട്ടുള്ള ക്ഷേത്രാചാര ചടങ്ങോടുകൂടി ഇന്ന് സമാപിക്കുകയാണ്. ഇന്ന് 6 മണിക്ക് ആറാട്ടോടുകൂടി സമാപിക്കുകയാണ്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠകളായ ശ്രീ ഗുരുദേവൻ, കരിങ്കാളി ദേവി, നാഗരാജാവ്, തമ്പുരാൻ, മഹാഗണപതി, കിഴക്കേ നടയിൽ മഹാലക്ഷ്മി, പ്രധാന പ്രതിഷ്ഠ ഭദ്രാളി പ്രതിഷ്ഠയാണ്. മെയിനായിട്ടുള്ള പ്രതിഷ്ഠ 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഉഴമലക്കൽ തിരുവാതിരയുടെ 3-ാം ദിവസമായ ദേവിയുടെ തൃക്കല്യാണ ദിവസമാണ്. അതാണ് വിശേഷാൽ പൂജയായിട്ട് നടത്തി വരുന്നത്.
മംഗല തടസ്സം മാറാനായിട്ട് ദേവിയുടെ തൃക്കല്യാണ ദിവസം പട്ടും താലിയും ഹാരവും ചാർത്തുന്നത് വിശേഷ പൂജയിട്ട് നടത്തി വരുന്നു. ഇന്ന് 7-ാം ദിവസം പൊങ്കാല ദിവസം കൊണ്ടാടുകയാണ്. 10,000-കണക്കിന് ഭക്തജനങ്ങളാണ് പൊങ്കാല സമർപ്പിക്കാനായിട്ട് ക്ഷേത്രത്തിൽ വന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ ദേവിയുടെ നാമധേയത്തിൽ വിദേശത്തു നിന്നും ഭക്തജനങ്ങൾ ക്ഷേത്ര ദർശനം നടത്താറുണ്ട്. ഉദ്ദിഷ്ടകാര്യത്തിനായി നടത്തുന്ന 3-ാം ദിവസം നടത്തുന്ന ദേവിയുടെ തൃക്കല്യാണ ദിവസം നടത്തുന്ന കുടുംബ സർവേശ്വര കാര്യസിദ്ധ പൂജ നടന്നു വരികയാണ്. ഉദ്ദിഷ്ടകാര്യത്തിന് വേണ്ടി നടത്തുന്ന പൂജയ്ക്ക് എല്ലാ ഭക്തജനങ്ങളും ഇതിൽ പങ്കെടുത്ത് അവരുടെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങും. പ്രധാന ദിവസമായ വെള്ളി, ചൊവ്വ, ഞായർ വിശേഷമാണ്. അതുകൂടാതെ നിത്യപൂജയുള്ള ക്ഷേത്രമാണ്. പ്രധാന പ്രതിഷ്ഠ കൂടാതെ കിഴക്കേ നടയിൽ ലക്ഷ്മി ദേവിയുടെ നട തുറക്കുന്നത് മലയാള മാസം അവസാന വെള്ളിയാഴ്ച വിശേഷാൽ പൂജയോടുകൂടി കുങ്കുമാഭിഷേകത്തോടുകൂടി നട തുറക്കപ്പെടുകയാണ്. എല്ലാ ഭക്തജനങ്ങൾക്കും ഉഴമലക്കൽ തിരുവാതിരയുടെ ഉത്സവ ആശംസകൾ നേർന്നുകൊണ്ട് നന്ദി.